ഹോസ്റ്റലിലെ ലഹരി ഉപയോഗം അധ്യാപകരെ അറിയിച്ചതിന് സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ച വിദ്യാർത്ഥിനിയുടെ ജനനേന്ദ്രിയം തകർത്തതായി പരാതി. തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ ടീസ് എന്ന സ്ഥാപനത്തിന് കീഴിലുള്ള ഹോസ്റ്റലിലാണ് വിദ്യാർത്ഥിനിക്ക് ക്രൂരമായ മർദ്ദനമേറ്റത്. കഞ്ചാവ് പോലത്തെ ലഹരി ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാനത് വീഡിയോ എടുത്ത് സാറിന്മാർക്ക് അയച്ചു കൊടുത്തായിരുന്നു. അവിടുത്തെ HOD സാർ തന്നെ പറഞ്ഞാൽ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിടെ വീഡിയോ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞായിരുന്നു. ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുകയും സാറുമാർ അന്ന് തന്നെ വരികയും ചെയ്തതാണ്. ഇമാരെ ചെക്ക് ചെയ്ത് ഹോസ്റ്റൽ മൊത്തം നോക്കിയത് ഒന്നും തന്നെ കിട്ടിയില്ലായിരുന്നു. അമ്മമാർ ഭയങ്കര തെറിയായിരുന്നു. തെറി പറഞ്ഞ ആ ശിവസൂര്യ എന്ന് പറഞ്ഞ ആൾ എൻ്റെ അവിടെ കയറി ഇങ്ങനെ പിടിച്ച അമ്മയ്ക്ക് സമയത്ത് വേദന പറഞ്ഞാൽ എണീറ്റു. ആ സമയത്ത് ഇടിക്കുകയും കൂടെ ആയിരുന്നു. നല്ല രീതിക്ക് തെറിയും പറയുന്നുണ്ടായിരുന്നു. സുബിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകുന്നത്. സുബിൻ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണേണ്ട ആവശ്യമേ ഇല്ല. കാരണം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് യുവാക്കൾ നടത്തുന്ന അതിക്രമങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും പല സ്ഥലങ്ങളിൽ നിന്നായി പുറത്തു വരികയാണ്. ഇപ്പോൾ ഈ സംഭവത്തിൽ ഈ അതിക്രമം നടത്തിയ ക്രിമിനലുകൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം നടക്കുന്നുണ്ടോ? ഈ ഹോസ്റ്റൽ അധികൃതർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഗൗതമത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു വ്യക്തിയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ്. 17-കാരനാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ഇയാളുടെ നേതൃത്വത്തിൽ 3-അംഗ സംഘമാണ് ഈ 19-കാരനായിട്ടുള്ള അണക്കര സ്വദേശിയായിട്ടുള്ള വിദ്യാർത്ഥിയെ അതിക്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മൊബൈൽ ഫോണിന്റെയും അതോടൊപ്പം തന്നെ ലാപ്ടോപ്പിന്റെയും ഒക്കെ സർവീസിംഗിന്റെ കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ഗ്രാൻഡിസ്. അതിന്റെ കീഴിലുള്ള ഒരു ഹോസ്റ്റലിലാണ് ഈ സംഭവം നടക്കുന്നത്. നിരന്തരമായി ഈ ഹോസ്റ്റലിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ അണക്കര സ്വദേശിയായ വിദ്യാർത്ഥി അധ്യാപകരോട് പരാതി പറഞ്ഞിരുന്നു. തുടർന്ന് അധ്യാപകരാണ് ഇത് വീഡിയോ എടുത്ത് നൽകാൻ പറഞ്ഞത്. ഇത് പ്രകാരം വീഡിയോ എടുത്ത് അധ്യാപകർക്ക് കൊടുക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ അധ്യാപകർ ഈ 3 വിദ്യാർത്ഥികളെ വിളിക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്തത്. ഇതിനുശേഷം ഈ വിദ്യാർത്ഥികൾ ഈ ദൃശ്യങ്ങൾ പകർത്തി നൽകിയത് അണക്കര സ്വദേശിയാണെന്ന് മനസ്സിലാക്കി ഹോസ്റ്റലിലെത്തുകയും ഈ 17-കാരന്റെ നേതൃത്വത്തിലാണ് ഈ അതിക്രമം നടത്തുന്നത്. 17-കാരനാണ് ഈ അണക്കര സ്വദേശിയായ കുട്ടിയുടെ ജനനേന്ദ്രിയം ഞെക്കി പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം വലിയ രീതിയിലുള്ള ഭീഷണി ഈ കുട്ടിക്കെതിരെ ഉയർത്തുകയും ചെയ്തു. തുടർന്ന് ഭയന്ന് ഈ കുട്ടി പുറത്ത് ഈ കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞിരുന്നുമില്ല. ഇതിനുശേഷമാണ് അസഹനീയമായ വേദന ഉണ്ടാവുകയും നീർക്കെട്ടുണ്ടാകുകയും ഒക്കെ ചെയ്തതോടുകൂടി മാതാപിതാക്കളെ വിവരം അറിയിക്കുന്നത്. വിവരം അറിയിച്ച് മാതാപിതാക്കൾ എത്തി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ജനനേന്ദ്രിയത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത്. ഇതിനുശേഷമാണ് കുട്ടി ഇത്തരത്തിൽ സഹപാഠികൾ മർദ്ദിച്ച കാര്യം ഈ മാതാപിതാക്കളോട് പറയുകയുണ്ടായത്. തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. ഇതിനുശേഷം മാതാപിതാക്കൾ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി. ഇത് പ്രകാരമാണ് 17-കാരനായിട്ടുള്ള വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഹാജരാക്കിയത്. അതിനുശേഷം ഇയാളെ നിലവിൽ മാതാപിതാക്കൾക്കൊപ്പം പറഞ്ഞയച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയായ മറ്റ് 2 വിദ്യാർത്ഥികൾ കൂടിയുണ്ട്. ഇവർക്കെതിരെ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടുമില്ല. ഇവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണം എന്നൊരു ആവശ്യമാണ് മാതാപിതാക്കൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഈ കോളേജ് അധികൃതർ, അതായത് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അധികൃതർ കൃത്യമായ ജാഗ്രത പുലർത്തിയില്ല എന്നൊരു ആക്ഷേപവും കുടുംബം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. നിരന്തരമായി പരാതി പറഞ്ഞിട്ടും ഒരു താക്കീതിൽ മാത്രം ഒതുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ തങ്ങളുടെ കുട്ടിക്ക് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളതാണ് ഈ മാതാപിതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഈ 3 പ്രതികൾക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നൊരു ആവശ്യമാണ് ഇവർ മുമ്പോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇനിയും മുമ്പോട്ട് പോകേണ്ടതായുണ്ട്. ഈ വിദ്യാർത്ഥിയുടെ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ അച്ഛൻ ക്യാൻസർ രോഗിയാണ്. അമ്മയുടെ ഒരു വരുമാനത്തിൽ മാത്രമാണ് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ബാക്കി തുടർ ചികിത്സാ ചിലവുകളും ഇവരിൽ നിന്ന് ഈടാക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ, സുബിനാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ചേർന്ന്